ഗായ്സ് എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? കുറേ ആയല്ലേ വീഡിയോ ഒക്കെ വന്നിട്ട്. വേറൊന്നുമല്ല, സ്കൂളൊക്കെ തുറന്നു, ഭയങ്കര ബിസി ആയിപ്പോയി. ഒട്ടും സമയം കിട്ടുന്നില്ല. കാരണം പഴയ റൂട്ടൊന്നും അല്ല ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പുതിയ റൂട്ടിലാണ് ഞാൻ ഇപ്പോൾ ബസ് ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയവുമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതൊക്കെ എല്ലാം സെറ്റായി കഴിയുമ്പോൾ അടിപൊളി വീഡിയോ ഒക്കെ ഞാൻ വരുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഞങ്ങൾക്കൊരു ചെറിയൊരു ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരു ട്രിപ്പ് പോവുകയാണ്. സാധാരണ പോലെ 1 ഡേ ട്രിപ്പ് അല്ല കേട്ടോ, ഒരു 2 ഡേയ്സ് സ്റ്റേ ഉള്ള ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ട്രിപ്പ് പോവാണ്. എൻ്റെ ആ ഒരു പാക്കിങ്ങും കാര്യങ്ങൾക്കും വേണ്ടി ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. കാരണം ഫ്രണ്ടിൻ്റെ വീട്ടിൽ കുറച്ച് സാധനങ്ങളുണ്ട്, അതും കൂടി വണ്ടിയിലേക്ക് വെച്ചിട്ട് വേണം അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിയിലുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ 2-3 ദിവസത്തെ സ്റ്റേ ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണക്കാക്കിയുള്ള സാധനങ്ങളൊക്കെ എല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ ബോക്സിനകത്തൊക്കെ ആണെങ്കിലും സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടുന്ന്. ഞാൻ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ ഞങ്ങൾ പോകുന്നത് വാട്ടർടൺ എന്ന് പറയുന്ന ഒരു അടിപൊളി സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഒക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആക്ച്വലി വാട്ടർടണിലേക്ക് കാൽഗറിയിൽ നിന്നും വെറും 3 മണിക്കൂറത്തെ ഡ്രൈവേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഓൺ ദ വേയിൽ 2-3 സ്ഥലത്ത് സ്റ്റോപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓൺ ദ വേയിൽ ഞങ്ങളുടെ ഫസ്റ്റത്തെ സ്റ്റോപ്പാണ് ലഡ്ബ്രിക്ക് ഫോൾസ് എന്ന് പറയുന്നൊരു വാട്ടർഫോൾസ്. അടിപൊളിയെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു വാട്ടർഫോൾസാണ്. അപ്പോൾ ഇനി ആ വാട്ടർഫോൾസിലുള്ള കാഴ്ചകളാണ് ഇനി. അപ്പോൾ ഞങ്ങൾ ഏകദേശം പാർക്കിംഗ് ലോട്ടിൽ എത്തിയിരിക്കുക കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ വാഷ്റൂമിൽ കുറച്ച് പേര് പോയിട്ടുണ്ട്. അവരും കൂടി വന്നിട്ട് ഇനി വാട്ടർഫോൾസിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇങ്ങനെ ഞങ്ങളിപ്പോൾ എത്തി. ഇത് വാട്ടർടൺ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു അടിപൊളി മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. മീൻസ് ഒരു വാട്ടർഫോൾസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ വാട്ടർഫോൾസിൽ ആൾക്കാരൊന്ന് കുളിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് ആ വെള്ളം എത്രത്തോളം തണുപ്പുണ്ടോ ഇല്ലയെന്നൊന്നും അറിയത്തൊന്നുമില്ല. താഴെ ആൾക്കാരൊക്കെ ഇരിക്കണമെങ്കിൽ ഗായ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാട്ടർഫോൾസിലേക്ക് നമ്മുടെ കാൽഗറി ഡൗൺ ടൗണിൽ നിന്നും വെറും 207 കിലോമീറ്ററേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു 2 hours ഡ്രൈവ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പൊക്കെ പോലെ പ്ലാൻ ചെയ്യാൻ പറ്റിയ നല്ല കിഡിലൻ സ്പോട്ടാട്ടോ. കാരണം ഇവിടെ വന്നിറങ്ങിക്കഴിയുമ്പോഴേക്കും വാട്ടർഫോൾസ് ഒരു സൈഡിൽ, അതുകൂടാണ്ട് തൊട്ടിപ്പുറത്തെ സൈഡിൽ ഒരു കിഡിലൻ ബ്രിഡ്ജ് മേളിൽ കൂടി പോകുന്നുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ബ്രിഡ്ജാണ് അത്. അങ്ങനെയൊക്കെ ഫോട്ടോയൊക്കെ നല്ലൊരു കിഡിലൻ ഫോട്ടോയൊക്കെ വേണം. അതേപോലെ തന്നെ നല്ലൊരു പിക്നിക് സ്പോട്ട് അല്ലെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ വലിയ ദൂരമൊന്നുമില്ല. ഒരു 2 hours ഡ്രൈവ് മാത്രമേ ഉള്ളൂ കാൽഗറിയിൽ നിന്നും. നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാട്ടോ ഇത്. അവിടെ വാട്ടർഫോൾസ്. ഈ വാട്ടർഫോൾസിൽ ആക്ച്വലി സമ്മർ സമയത്തൊക്കെ ആൾക്കാർ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഇപ്പോൾ നല്ല കിഡിലും തണുപ്പാട്ടോ. ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഈ സെപ്റ്റംബർ ആയല്ലോ, അതുകൊണ്ടായിരിക്കാം വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയിട്ട് തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുളിക്കാറിറങ്ങുന്ന കാര്യം ആലോചിക്കുകയേ വേണ്ട ഗായ്സ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. കാസിൽ ഫോൾസിലേക്കാണ് ഇനി പോകുന്നത്. ലഡ്ബ്രിക്ക് ഫോൾസിൽ നിന്നും ഏകദേശം കാസിൽ ഫോൾസിലേക്ക് 43 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 35-40 മിനിറ്റ്സ് ഡ്രൈവ്. ഓക്കെ, ഈ ഏറ്റവും ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ പോകുന്ന വഴിയിലൊന്നും നെറ്റ്വർക്ക് കണക്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ മാപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പോകാൻ ശ്രമിക്കുക. കാരണം എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് ചോദിക്കാൻ പോലും ഒരു വഴി ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതാണ് ലഡ്ബ്രിക്ക് ഫോൾസിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും ഇനി അടുത്ത സ്ഥലത്ത് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അതെന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.